ശുചീകരണ തൊഴിലാളി ജോയുടെ മരണത്തിന് കാരണം റെയിൽവേയുടെ അനാസ്ഥ. ആമയിഴഞ്ചാൻ തോടിന്റെ റെയിൽവേയുടെ അധീനതയിലുള്ള പ്രദേശത്തെ മാലിന്യം നീക്കം ചെയ്യാത്തതും റെയിൽവേയുടെ നിസ്സഹകരണവുമാണ് ദൗത്യം വൈകാൻ കാരണം. നഗരസഭയുടെ ഭാഗത്തു നിന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും റെയിൽവേ നിഷേധാത്മക നിലപാട് തുടരുകയായിരുന്നു. സാഹസികമായ വഴികളിലൂടെയുള്ള പരിശോധന, പാറക്കെട്ട് പോലുള്ള മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിലൂടെയുള്ള തെരച്ചിൽ, 2 ദിവസം നീണ്ട പരിശ്രമത്തിന് അങ്ങനെ 46 മണിക്കൂറിൽ ഫലം കണ്ടു. സംഭവം നടന്ന അന്ന് തന്നെ രക്ഷാദൌത്യത്തിലെത്തിയ സംഘത്തിന് മുന്നിലെ ആദ്യ വെല്ലുവിളി മാലിന്യങ്ങൾ തന്നെയായിരുന്നു. അവസാന മണിക്കൂറിലും ഈ പ്രതിസന്ധിയെ മികച്ച സംവിധാനങ്ങൾ ഉപയോഗിച്ച് മറികടക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. റെയിൽവേയുടെ അധീനതയിലുള്ള പ്രദേശത്തെ മാലിന്യം റെയിൽവേ നീക്കം ചെയ്യാത്തതാണ് ദൗത്യം നീളാൻ കാരണമെന്നത് ഇതിലൂടെ തന്നെ വ്യക്തമാണ്. എന്നാൽ കുറ്റം മുഴുവൻ നഗരസഭയ്ക്ക് മേൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ദക്ഷിണ റെയിൽവേ മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. 2018 അതുപോലെ അവർ കോർപ്പറേഷൻ തന്നെ ക്ലീൻ ചെയ്ത്, 22 അവർ തന്നെയാണ് ക്ലീൻ ചെയ്ത്. ഈ വർഷം കോർപ്പറേഷന്റെ സൈഡിൽ നിന്ന് പല റിക്വസ്റ്റ് വന്നു. ഞങ്ങൾ റെയിൽവേയുടെ സ്ഥലം ക്ലീൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ കൊട്ടേഷൻ കൊടുത്തതും വർക്ക് ഓർഡർ കൊടുത്തതും. അല്ല, റെയിൽവേയുടെ വേസ്റ്റ് ആണ്. റെയിൽവേക്ക് ഒരു വേസ്റ്റ് ഇല്ല. കാരണം വെച്ചാൽ ഇപ്പോൾ പിറ്റ് ലൈൻസ് ഉണ്ടല്ലോ, അതായത് റെയിൽവേ ട്രെയിൻസ് ക്ലീൻ ചെയ്യുന്നൊക്കെ വെള്ളം ഞങ്ങൾ ആക്ച്വലി വേറൊരു ലൈൻ വഴി ഒരു വാട്ടർ റീസൈക്ലിംഗ് പ്ലാന്റിൽ പോയിട്ട് തിരിച്ച് ആ വെള്ളം ഞങ്ങൾ ഉപയോഗിക്കും. ഞങ്ങളത് അമേജിൻ തോണിൽ ഒഴിക്കുന്നേ ഇല്ല. തോട് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭയും ജില്ലാ ഭരണകൂടവും 2 തവണയാണ് റെയിൽവേക്ക് കത്തയച്ചത്. റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, വിളിച്ചു ചേർത്ത യോഗത്തിലും റെയിൽവേ പങ്കെടുത്തില്ല. അത്തരത്തിൽ റെയിൽവേ ഇതിലൊരു ഗുരുതരമായി ഈ സമയത്തും ഒരു അനാസ്ഥയാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിൽ ഒരു സാങ്കേതിക സഹായവും ഇല്ലാതെ തൊഴിലാളികളെ അകത്തേക്ക് ഇറക്കി വിട്ടുകൊണ്ടുള്ള ഒരു സാധാരണ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. റെയിൽവേയുടെ ഈ നിഷേധാത്മക നിലപാടിൽ ഒരു ശുചീകരണ തൊഴിലാളിയുടെ ജീവനാണ് ഇവിടെ ബലിയാടായത്. ടണലിൽ റെയിൽവേയുടെ ഖരമാലിന്യം നിക്ഷേപിക്കുന്നത് തെരച്ചിലിൽ തെളിഞ്ഞതുമാണ്. ഈ സാഹചര്യത്തിൽ റെയിൽവേക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് നഗരസഭയുടെ തീരുമാനം. റെയിൽവേയുടെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് മികച്ച സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടും രക്ഷാദൌത്യം 2 ദിവസത്തോളം നീണ്ടത്. ഈ പാഠം ഉൾക്കൊണ്ടെങ്കിലും ഇനിയെങ്കിലും റെയിൽവേയുടെ അധീനതയിലുള്ള മാലിന്യങ്ങൾ റെയിൽവേ നീക്കം ചെയ്യാൻ തയ്യാറാകേണ്ടതാണ്. ഷാജില അലി ഫാത്തിമയ്ക്കൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.